ദുബായിൽ വന്നിട്ട് ആദ്യത്തെ പർച്ചേസിങ്ങിന് പോകട്ടോ. നമുക്ക് റൂമിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുന്നത് നമ്മൾ ആ ബിൽഡിങ്ങിലാണ്. ആഷിം എന്നാണ് ആ ബിൽഡിങ്ങിൻ്റെ പേര്. അതൊരു ഹൈപ്പർ മാർക്കറ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നാട്ടിൽ കിട്ടാത്ത വരെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. എനിക്ക് ഏറ്റവും അതേട്ടോ, ഈ ക്യാബേജിനൊക്കെ എന്തോ വലിപ്പം. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഫ്രഷ് മീറ്റ് ആട്ടോ. വലിയ വലിയ ആൾക്കാരുടെ, നമ്മുടെ പാവങ്ങൾ ഫ്രോസൺ ചിക്കനൊക്കെ നമ്മൾ വാങ്ങാറുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഏത് തരം അരികൾ വേണം, നമുക്ക് നാട്ടിൽ കിട്ടാത്തത് പോലും ഇവിടെ വെറൈറ്റി അരികൾ കിട്ടും. പിന്നെ എന്താ പറയുക, നമുക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെ നമുക്ക് തൂക്കി വാങ്ങാം കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എത്രയാണോ വേണ്ടത് അത്രയും അവർ തൂക്കി എടുത്തരും കേട്ടോ. പിന്നെ കൊപ്ര കിട്ടും, പുളികൾ കിട്ടും. എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഞാൻ അവരോട് കുറേയൊക്കെ ചോദിച്ചു കേട്ടോ. പിന്നെ മെയിനായിട്ട് ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇത് ശരിക്കും എന്താണെന്നറിയോ, ഒരു വൈദ്യശാല തന്നെ അവിടെ ഉണ്ട്. നാട്ടിൽ കിട്ടുന്ന എല്ലാ ഈ എന്താ പറയുക ആയുർവേദ മരുന്നും ലേഹ്യവും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറേ പൂക്കൾ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിൽ ഞാൻ കണ്ടേക്കുന്ന ശംഖുപുഷ്പം, അത് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റേറ്റ് ഉണ്ടോ 120 ദിർഹം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചുമ്മാ പറക്കി കളയുന്നത്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ